ജനനായകൻ ലീക്കായിരിക്കുകയാണ്. പക്ഷേ അതൊരു ഗുഡ് ന്യൂസ് ആണെന്ന് ഞാൻ പറയും. അതെന്തുകൊണ്ടാണെന്നല്ലേ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ജനനായകൻ ലീക്കായിരിക്കുകയാണ്. ഈ മാസം 24 വരേണ്ടിയിരുന്ന ഒരു പടമാണ്. അതായത് KVN പ്രൊഡക്ഷൻസ് ജനനായകൻ 24 വേണ്ടി റിലീസ് ചെയ്യാൻ വേണ്ടി തിയേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്. അതും വെറും 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങനെയൊന്നുമല്ല, ഫുൾ പടം 3 മണിക്കൂറുള്ള ഫുൾ പടം, അതും HD സാധനം തിയേറ്ററിൽ വരേണ്ട ആ പ്രിന്റ്, സെയിം പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. എല്ലാ സംഭവവും തുടക്കം തൊട്ട് അവസാനം വരെ നല്ല HD ക്വാളിറ്റിയിൽ, ഓഡിയോ ക്വാളിറ്റിയിൽ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. അത് കുറേ ആൾക്കാർ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഓൺലൈൻ വഴി. പക്ഷേ ഒരുപാട് പേര്, നമ്മുടെ തമിഴ്നാട്ടിലെ തന്നെ രജനീകാന്ത് തൊട്ട് പ്രദീപ് രംഗനാഥൻ, സൂര്യ വരെ എല്ലാവരും ഇതിനെതിരായിട്ട് ട്വീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു കേസിൽ, ഈ ഒരു സിനാറിയോയിൽ നമ്മൾ ആരെയാണ് സംശയിക്കുക? DMKനെ. കാരണം DMK ഇപ്പോൾ അത്രയും വലിയ വെല്ലുവിളിയായിട്ട് TVKയുടെ അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം അവർ ഇൻസൈഡ് കുറേ കളിച്ചിട്ടായിരിക്കാം ഇത് വന്നേ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സെൻസർ ബോർഡ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ വന്നത് DMKയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട്. അതും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇത് ശരിക്കും വിജയ് തന്നെയാണ് ലീക്ക് ചെയ്തതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാം. കാരണം പടം മൊത്തമൊന്നും അങ്ങനെ ലീക്കാക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, ആ കേസ് രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ സംഭവം എന്തായിരിക്കുമെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ സിനിമ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് അറിയണം. നിങ്ങൾ ഈ ഒരു തവണ എങ്കിലും ഏതെങ്കിലും ഒരു സിനിമാ സെറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരു കൂടാരൊക്കെ കെട്ടിയിട്ട് ഒരു ഡയറക്ടർ അതിൻ്റെ അകത്തുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മാക്ബുക്കൊക്കെ കൈ പിടിച്ച് ഒരു പുള്ളി ഉണ്ടാവും. അതാണ് സ്പോട്ട് എഡിറ്റർ. സ്പോട്ട് എഡിറ്ററിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, അപ്പം എടുത്ത ആ ഷോർട്സും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ചുമ്മാ റഫായിട്ട് എങ്ങനെയാണ് കാണുന്നത്, എന്താണ് സംഭവങ്ങളെല്ലാം ഓക്കെ അല്ലേ എന്ന് നോക്കണം. ആ പരിപാടി അവരവിടെ ചെയ്യും. എന്നിട്ട് ഇത് ഹാർഡ് ഡിസ്കിലേക്ക് ആക്കും. അങ്ങനെ ഷൂട്ട് ചെയ്ത എല്ലാ ഫുട്ടേജും ഇങ്ങനെ ഹാർഡ് ഡിസ്കിലാക്കിക്കൊണ്ടേയിരിക്കും, എല്ലാ ഷെഡ്യൂളിലും. എന്നിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ്, എല്ലാ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് മെയിനായിട്ടുള്ള എഡിറ്റിംഗ് ടേബിളിലേക്ക് എത്തും. ഈ ലീക്കായ പ്രിന്റ് ഒരിക്കലും ഈ സ്പോട്ട് എഡിറ്ററുടെ കയ്യിൽ നിന്ന് ലീക്കായതല്ല. കാരണം അത് പെർഫെക്റ്റ് പ്രിൻ്റാണ്. ഈ സ്പോട്ട് എഡിറ്റർ ചെയ്യുന്ന പ്രിൻ്റൊന്നും അത്ര പെർഫെക്റ്റ് സംഭവം, സൗണ്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ലീക്കാവാൻ ചാൻസ് എന്ന് വെച്ചാൽ, ഈ പ്രിൻറ്റ്സ് എല്ലാം കൂടെ മെയിനായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ടേബിളിലേക്ക് എത്തും. ഈ ഫുട്ടേജൊക്കെ ചേർത്ത് വെട്ടി ഒട്ടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് മാസങ്ങളോളം എടുത്ത് ആ എഡിറ്റർ കഷ്ടപ്പെട്ട് ഇതൊരു പ്രിൻ്റ് ആക്കും. ഇതിൽ പക്ഷേ നമ്മൾ സ്ഥിരം കാണുന്ന ഓഡിയോ സംഭവങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഇത് ഭയങ്കര റോ ആയിട്ടുള്ള പ്രിൻ്റ് ആയിരിക്കും. ഈ പ്രിൻ്റ് അവർ പല ഡിപ്പാർട്ട്മെൻറ്റ്സിന് അയച്ചു കൊടുക്കും. ഓഡിയോ മിക്സ് ചെയ്യാൻ വേണ്ടി ആ പ്രിൻ്റ് വേറൊരു സ്ഥലത്തേക്ക് അയക്കും. VFX ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രിൻ്റ് വേറൊരു സ്ഥലത്തേക്ക് അയക്കും. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാവും. ഇവിടെ ഒന്നും ആയിരിക്കില്ല ഇത് ലീക്കായത്. കാരണം പെർഫെക്റ്റ് പ്രിൻറ്റ്. എന്നിട്ട് ലാസ്റ്റ് ഈ പ്രിൻ്റുകളൊക്കെ സെറ്റ് ചെയ്ത് ഇത് അത്യാവശ്യം നല്ലൊരു പെർഫെക്റ്റ് സാധനമായിട്ട് തിരിച്ച് അവരുടെ കയ്യിലേക്ക് വരും. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഇത് കളർ ഗ്രേഡ് ചെയ്യും. കളർ ഗ്രേഡും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് പിന്നെ സെൻസർ ബോർഡ് പരിപാടിയിലേക്കൊക്കെ അയക്കുന്നത്. ആ സെൻസർ ബോർഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു റൗണ്ട് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും ഈ പടം ലീക്ക് ആവാനുള്ള ഒരു ചാൻസും ഇല്ല. പക്ഷേ ഇതിനു മുമ്പ് ഈ കളർ ഗ്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ പ്രിവ്യൂവിന് വേണ്ടിയിട്ട് ഒരു പ്രിൻ്റ് ഉണ്ടാക്കും. ആ പ്രിൻ്റ് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു തിയേറ്ററിലിട്ട് ഈ പടം എങ്ങനെയാണ് ഔട്ടെന്ന് പറഞ്ഞ് ഇവർക്ക് ഇരുന്ന് കാണും. ഇവർ ചിലപ്പോൾ ഹോൾ ക്രൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഡയറക്ടർ മാത്രം, അങ്ങനത്തെ ഇരുന്ന് കാണും. ഈ പ്രിവ്യൂ പ്രിൻ്റാണ് ലീക്കായിരിക്കുന്നത്. അതാവാനാണ് ചാൻസ് ഉള്ളത് എന്ന് തോന്നുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല. എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കസിൻ ബ്രദറുണ്ട്. പുള്ളി തമിഴ് സിനിമയിൽ എഡിറ്ററാണ്. പുള്ളിയാണ് നമ്മുടെ സൂര്യയുടെ കറുപ്പും പിന്നെ അമരൻ അങ്ങനത്തെ കുറേ പടങ്ങളൊക്കെ ചെയ്തത്. പുള്ളിയാണ് ഈ പ്രിൻ്റ് ആയിരിക്കാം ലീക്കാവാൻ ചാൻസ് ഉള്ളതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ആ ഒരു പ്രിൻറ്റിന് സെൻസർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ CBFC വാട്ടർമാർക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പ്രിൻറ്റിന് ആ സംഭവം ഇല്ല. ഇത് ശരിക്കും വളരെ സീക്രട്ടായിട്ടും കോൺഫിഡൻഷ്യലായിട്ടൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സംഭവം ലീക്കായി അത് CD ആയിട്ട് വരെ അടിച്ചിറക്കി ഇപ്പോൾ സ്പ്രെഡ് ആവുന്നുണ്ട്. ശരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത് വളരെ വളരെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നത് കുറേ പാവം തിയേറ്ററുകാരെയാണ്. അവർ നല്ല രീതിയിൽ കളക്ഷൻ വീഴുന്ന ഒരു സീസണാണ് വിജയ് പടം ഇറങ്ങുന്ന ഒരു ടൈം. അതിപ്പോൾ ഇങ്ങനെ ലീക്കായി പോയാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിലേക്കുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പ്രിൻ്റോ അങ്ങനത്തെ കാര്യങ്ങളെങ്ങാനും കിട്ടിയാൽ അത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക, അത് ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ ഇതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടിയാണ് ഞാൻ കാണുന്നത് സ്പെഷ്യലി. കാരണം അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഏറ്റവും ആദ്യം ഇത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ല. കബാലി റിലീസായപ്പോഴും
അതുപോലെ തന്നെ 2.0 റിലീസായപ്പോഴൊക്കെ പടം റിലീസാവുന്നതിനേക്കാളും മുമ്പ് ഒരുപാട് സീക്വൻസുകളൊക്കെ റിലീസായിട്ടുണ്ട്, ഇതുപോലെ ലീക്കായിട്ടുണ്ട്. പക്ഷേ അത് ഇതുപോലെ ഫുൾ പടമൊന്നും അല്ലായിരുന്നു, അത് ചില പോർഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഒരു ഫുൾ പടമേ, അതും റിലീസാവണേക്കാളും ഇത്രയും ആഴ്ചകൾക്ക് മുമ്പേ ലീക്കാവുന്നത്. ഇതേപോലത്തെ ഒരു പ്രശ്നം നമ്മുടെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പവൻ കല്യാൺ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാര്യം നിങ്ങൾ പലരും അദ്ദേഹത്തിന് ഒരു കോമഡി പീസായിട്ടാണ് പഴമായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷേ പുള്ളി പണ്ട് കിഡിലും കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു രീതിയിൽ അയാളെ ഭയങ്കര ഇഷ്ടമാണ്. ജൽസ, ഖുഷി, പാഞ്ച അങ്ങനത്തെ കുറേ പടങ്ങളുണ്ട്. അതുപോലത്തെ ഒക്കെ പടങ്ങൾ കണ്ടാൽ നിങ്ങൾ അയാൾ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അയാൾ പവർ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന് ആപ്റ്റായിട്ടുള്ള ഒരാളാണെന്ന് ആ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിയുടെ അത്തരന്തിക്ക് ദരേടി എന്ന് പറയുന്ന പടം ഇതുപോലെ റിലീസിൻ്റെ തലേ ദിവസം ഫുൾ പടം ലീക്കായി. ഫുൾ പടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ 90 മിനിറ്റ്, അതായത് അത്യാവശ്യം അതിൻ്റെ ഒരു മുക്കാഭാഗം അതായാലും മതിയല്ലോ. പക്ഷേ ഒരുപാട് പേര് ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ പടമേ തീർന്നു പോയി, ഇനി ആരും കാണില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ പടം തിയേറ്ററിൽ റിലീസാവുകയും പിറ്റേ ദിവസം ആൾക്കാർ കയറി കാണുകയും പോസിറ്റീവ് ആവുകയും ചെയ്തത്. പോസിറ്റീവ് റെസ്പോൺസ് വന്ന് ആ പടം ആ കൊല്ലത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ തെലുങ്ക് സിനിമയായി. അത് പോട്ടെ, അന്യ സംസ്ഥാനത്ത് നടന്നൊരു കാര്യമാണ്. നമ്മളെന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നത്? നമ്മുടെ ഇവിടെ പ്രേമം എത്ര വലിയ ഹിറ്റായതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഹിറ്റായി ഇരിക്കെ തന്നെയാണ് അതിൻ്റെ സെൻസർ കോപ്പി റിലീസായത്. എന്നിട്ടും ആ പടത്തിൻ്റെ റഷിന് ഒരു കുറവുണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്തോരം തിക്കും തിരക്കുമായിരുന്നു ആ പടം കാണാൻ. എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല ആ പടം. ഇത് ഈ ഒരു കാരണം. അതും പോട്ടെ, ആ പടത്തിനൊരു ട്രെയിലർ പോലും ഉണ്ടായിരുന്നില്ല. മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ഒരു പടമായിട്ട് അത് മാറുകയും ചെയ്തു. സോ ഇതുകൊണ്ട് മാത്രം ഒരു പടം താഴെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പടം മൊത്തമായിട്ട് നമ്മുടെ കൈ വന്നിരുന്നാലും പടം എപ്പോഴും തിയേറ്ററിലേക്ക് ഒരു സംഭവമാണ്. സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിലേക്ക് ഒരു സംഭവമാണ്. ആ തിയേറ്ററിൽ എന്തോ ഒരു മാജിക് നടക്കുന്നുണ്ട്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റില്ല. ചിലപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഒരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഏറ്റവും വലിയൊരു കംബാക്കിലേക്കുള്ളൊരു സംഭവമായിരിക്കും, ഒരു എലമെൻ്റ് ആയിരിക്കാം. പിന്നെ ഒരു കാര്യം, ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മൾ വിജയുടെ പടം കാണുന്നത് ആ പടം കാണാനല്ല, വിജയനെ കാണാനാണ്. വിജയനെ കുറച്ച് നേരം ആ അടി വെടിപ്പൊക്കയിലൊക്കെ ഇരുന്ന് കണ്ട് കുറച്ച് നേരം ഒന്ന് സന്തോഷിച്ച് പോകാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ വെളുപ്പിനെ 4 മണിക്ക് പോയി കണ്ടു. എന്തിനാ വിജയനെ ചുമ്മാ കണ്ടിരിക്കാൻ? ഞാൻ ഒരു നല്ല പടമാണെന്ന് വിചാരിക്കുന്നേ ഇല്ല. ഒരു വിജയ് പടം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫോർമുല അതാണ്. ജസ്റ്റ് പോവുക, എൻ്റർടൈൻഡ് ആവുക, മാക്സിമം അടിയും ഇടിയും വെടിയും, നമ്മുടെ ദളപതിയുടെ കുറച്ച് ഡാൻസ് പരിപാടികൾ അതൊക്കെ കാണാൻ എൻജോയ് ചെയ്യുക, പോരുക, അത്രേ ഉള്ളൂ സംഭവം. ആ പടം നല്ലതാണെങ്കിൽ ബോണസ്, അതാണ് സംഭവം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭവത്തിൽ ഇതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് വലിയ കാര്യമായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ പുൾ ചെയ്യാൻ വേണ്ടി തന്നെ പറ്റുന്ന ഒരു സിനിമയാവും. പിന്നെ ഇലക്ഷൻ 23-ാം തീയതിയാണ് നമ്മുടെ തമിഴ്നാട് ഇലക്ഷൻ. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ 24-ാം തീയതി ഈ പടം ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ അവർക്ക് പോയി ആഘോഷിച്ച് കാണാൻ പറ്റട്ടെ നമുക്ക് എല്ലാവർക്കും.